ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ടേസ്റ്റ് പിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്തിട്ട് വീഡിയോ തുടങ്ങുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്നൊരു മുട്ടത്തോരനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കണമെന്ന് ചിന്തിച്ചിരുന്നത്. പക്ഷേ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പം ഇടയ്ക്കിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് അതൊക്കെ ആഡ് ചെയ്ത് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പം ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാനിപ്പം ഈ ഡിഷ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ച് വീഡിയോസിൽ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ക്ഷമിച്ചിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടത്തോരനാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിന് ഞാനിവിടെ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്നുള്ളതും എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. വീഡിയോയിൽ ഒരുപാട് പോരായ്മയും തെറ്റും ഉണ്ടായിരിക്കും. അത് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എന്നാലേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ ആ ബെല്ലൈക്കണും കൂടെ നിങ്ങളൊന്ന് കുത്തിപ്പൊട്ടിച്ചേക്ക് കേട്ടോ. അപ്പം നമുക്ക് ഈ മുട്ടത്തോരൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടത്തോരനാണേ. അതാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചിലതൊന്നും ചേർക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. എന്നാലും എല്ലാം ഞാൻ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി നമ്മളിതിനേക്ക് അടുത്തായി ഉള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി ചേർത്തു. ഞാൻ പറഞ്ഞില്ലേ, പകുതിയായിട്ടേ ഉള്ളൂ. ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി ഉള്ളിയുടെ കൂടെ ലേശം ഉപ്പും ചേർത്തിട്ടുണ്ട്, ഉള്ളി വാടിക്കിട്ടാൻ വേണ്ടി. പിന്നെ പച്ചമുളകും കൂടെ ഉള്ളിയുടെ കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഉള്ളി നല്ലോണം ഇതിനകത്ത് നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചപ്പോൾ ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു. ചെറിയ കഷ്ണം മതി. ഇതൊരു മുട്ടത്തോരനാണ്, സിമ്പിൾ മുട്ടത്തോരനാണ്. അപ്പം ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതായിട്ട് വഴറ്റി എടുത്തിട്ട് ആ പൊടിയുടെ മണമൊന്ന് മാറിയതിന് ശേഷം മുളക് പൊടി, അത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എത്ര ഉള്ളി ചേർക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്. അതിനാവശ്യമായിട്ട് ഉള്ളിയെ ഞാൻ ചേർത്തിട്ടുള്ളൂ. എനിക്ക് ഉള്ളി കൂടുതലിടുന്ന ഇഷ്ടമാണ്, അതേക്കൊണ്ടാണ് ഞാൻ ഇത്ര ഉള്ളി ചേർത്തത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി അതും കൂടെ ചേർത്ത് നന്നായി പൊടി ചൂടായി വരുമ്പോഴത്തേക്കും ആ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിരിക്കുകയാണ്. ഇനി ഈ മുട്ട പൊടിച്ച് ആ മുട്ടയും ഉള്ളിയും എല്ലാം കൂടെ നല്ലോണം മിക്സാക്കിയിട്ട് നല്ലോണം ചിക്കി തോർത്തി മുട്ടയിലെ വെള്ളം എല്ലാം വറ്റി ഉള്ളിയുമായിട്ട് വേറുപെട്ടൊരു തോരൻ പരുവത്തിലാക്കി കിട്ടുന്നവരെ നമുക്ക് നല്ലോണം വഴറ്റണം ഈ മുട്ട. നമുക്ക് ചോറുമായിട്ടോ എന്തെങ്കിലും പലഹാരമായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് ഉപ്പും കുരുമുളകും. ഉള്ളി വരട്ടാനുള്ള ഉപ്പ് ഞാൻ ചേർത്തിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കുരുമുളക് ചതച്ചതാണേ. ചേർത്ത് നല്ലോണം വഴറ്റുകയാണ്. നല്ലോണം വഴറ്റി ഇത് വേർപെടണം, ഉള്ളിയും മുട്ടയെല്ലാം കൂടെ. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലയും ഒരു ലേശം വെളിച്ചെണ്ണയും, കുറച്ച് മതി, നമ്മൾ നേരത്തെ ചേർത്തിരുന്നു, അതും കൂടി ഇട്ട് നല്ലോണം ഇളക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ചിക്കി തോർത്തിയെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു പരുവമാണ്. ലാസ്റ്റ് ഞാൻ ഏറ്റവും ഫസ്റ്റിലെ കാണിച്ചതുപോലെ ആയി കിട്ടണം. ഇത് അത്ര നല്ലോണം നമ്മൾ ഇളക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നല്ലോണം ചിക്കി തോർത്തി നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലോണം ചിക്കി തോർത്തി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ മുട്ടത്തോരൻ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.